നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ MI11X എംഐയുടെ പുതിയ ഫോൺ. നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഡിസൈൻഡ് ബൈ ഷവോമി. ആദ്യമേ കാണുന്നത് ഒരു കാർഡ്, Type-C to നമ്മുടെ 3.5mm ജാക്ക് അഡാപ്റ്ററാണ്. പിന്നെ ഒരു സിം എജക്ട് പിന്നുണ്ട്. പിന്നെ ഒരു കേസ്, ഹാർഡ് കേസ്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അകത്ത് നല്ല മാറ്റ് ഫിനിഷാണ്, പുറത്ത് നല്ല ഗ്ലോസിയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫോൺ ഇരിക്കുന്നത്. MI11X. തുറന്നു വരുമ്പം അഡാപ്റ്റർ ഉണ്ട്. ഇതിനകത്ത് ചാർജർ കേബിൾ Type-C. ഇത്ര സാധനമാണ് ഇതിൻ്റെ ബോക്സിനകത്ത്. ഫോൺ ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ചാർജ് ഉണ്ട്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ഒക്കെയാണ്. ഇതിൻ്റെ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൻ്റെ 870 നല്ലപോലെ പെർഫോം ചെയ്യുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസ്സറാണ്. പബ്ജിക്ക് കളിക്കാൻ നല്ല സ്മൂത്ത് ആയിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 360 സംതിങ് എങ്ങാണ്ട് ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. അതുകൊണ്ട് കിടക്കാച്ചിയാണ്. അടുത്ത് നമുക്ക് പബ്ജി കളിക്കുന്ന വീഡിയോ ഒക്കെ ഇടാം. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നല്ല സ്റ്റൈലിഷ് ലുക്കാണ്. ഇതുണ്ട്, നല്ല ഗ്ലോസിയാണ്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പണിംഗ് അൺബോക്സിങ് റിവ്യൂ മാത്രമേ ഉള്ളൂ. ഇത് യൂസർ റിവ്യൂ നമുക്ക് പുറകെ ഇടാം. ഇല്ലേ അപ്പോൾ? അതുകൂടാതെ ഇതിൽ ഡോൾബി അറ്റ്മോസ് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫോണാണ്. അത് ഡോൾബി അറ്റ്മോസ് ഓൺ ചെയ്തിട്ട് ഹെഡ്ഫോണിൽ വയർലെസ് ആയിട്ട് തന്നെ നല്ലപോലെ നമുക്ക് പാട്ട് കേൾക്കുമ്പോഴത്തെ അതിൻ്റെ ക്ലാരിറ്റിയും അറ്റ്മോസിൻ്റെ സറൗണ്ടിങ് സൗണ്ടും കിട്ടുന്നതാണ്. അപ്പോൾ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. വയർലെസ് ആയിട്ടും നല്ല, അതായത് റെഡ്മിയുടെ പഴയ ഫോണുകളിലൊക്കെ കണ്ടിരുന്നത് വയർലെസ്, അതായത് വയേർഡ് ഹെഡ്ഫോൺ കുത്തിയാൽ മാത്രമേ അതിന് ഇക്വലൈസർ ഓപ്പൺ ആകുള്ളായിരുന്നു. ബട്ട് ഇത് വയേർഡ് ഹെഡ്ഫോൺ കുത്താതെ തന്നെ ഇക്വലൈസർ ഓൺ ആവുന്നുണ്ട്. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് ഇപ്പോൾ കണക്ട് ചെയ്തേക്കുന്നത്. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുമ്പോൾ ഇത് ഈ ഫംഗ്ഷൻ എല്ലാം വർക്കാവുന്നുണ്ട്. അതിൽ ഈക്വലൈസറിലെ ഫങ്ഷൻസ് എല്ലാം നമുക്ക് എടുക്കാനും അതിൽ ഹെഡ്ഫോണിൻ്റെ ഓരോ വോയിസും മാറ്റിയിടാനൊക്കെ സാധിക്കുന്നുണ്ട്. മുമ്പ് വന്ന ഫോണുകളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല.
എന്തായാലും നല്ലൊരു ഓവറോൾ പെർഫോം തരുന്നുണ്ട് ഫോണ്. ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കും, അതിൽ ഡോൾബി അറ്റ്മോസ് ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. സാധാരണ നമുക്ക് നമ്മുടെ OnePlusലൊക്കെ കണ്ടുവരുന്നതാണ് ഡോൾബി അറ്റ്മോസ്. ഇതിപ്പോൾ നമ്മുടെ MIയിലും കണ്ടു. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ അടുത്തുള്ള വീഡിയോകളിലേക്കും